ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിന്റെ കണക്കിൽ പ്രതിരോധത്തിലായതോടെ വിവാദങ്ങളിൽ നിന്ന് തലയൂരാൻ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നടപടികൾ തുടങ്ങി. ചൊവ്വാഴ്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഒരു നിർണായക യോഗം നടക്കുന്നുണ്ട്. മുഴുവൻ കണക്കുകളുമായി എത്താൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പ്രഖ്യാപിച്ച തുക ഉടൻ നൽകണമെന്ന് സ്പോൺസേഴ്സിനോട് ആവശ്യപ്പെടുകയും ചെയ്യും. തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ശരിക്കും യഥാർത്ഥത്തിൽ സർക്കാരിന് ടെൻഷൻ ഉണ്ടോ ഈ കാര്യത്തിൽ? തീർച്ചയായും ഇത് സർക്കാർ ഒരു പ്രതിക്കൂട്ടിൽ തന്നെയാണ്, ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിൽ തന്നെയാണ്. സ്കേൻ നിലവിലെ സാഹചര്യത്തിൽ ഇനി ഈ വിഷയത്തിൽ നിന്ന് തടിയുരണം. കാരണം നിലവിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് 10,90,00,000 മുകളിലാണ് ആകെ ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായിരിക്കുന്നത്. ഇതിൽ 2 കോടിക്ക് മുകളിൽ ദേവസ്വം ബോർഡിന്റെ ചെലവും 8 കോടി രൂപയ്ക്ക് മുകളിൽ ഊരാളുങ്കൽ സൊസൈറ്റി ബില്ലായി നൽകിയിരിക്കുകയുമാണ്. ഇതിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തന്നെ 4,35,00,000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കാനുണ്ട്. പക്ഷേ ഇനി ഇത്രയും തുക കൊടുത്തു കഴിഞ്ഞാൽ അത് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും. ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി ദേവസ്വം ബോർഡ് മറുപടി പറയേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി യോഗം ചേരാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരും. തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ വിലയിരുത്തിയ ശേഷം ചൊവ്വാഴ്ച ഈ ഓഡിറ്റ് നടത്തിയ ഓഡിറ്ററെയും ഒപ്പം ഈ ഊരാളുങ്കൽ സൊസൈറ്റി അധികൃതരെയും വിളിച്ചു വരുത്തും. ഈ തുക നൽകാനാകില്ല, അതായത് ഇനി നൽകാനുള്ളത് 4 കോടിക്ക് മുകളിലാണ്, ആ തുക നൽകാനാകില്ല എന്ന് ഉറപ്പിച്ച് ഊരാളുങ്കൽ സൊസൈറ്റി അറിയിക്കും. ഇതിൽ ഏതെങ്കിലും രീതിയിൽ നെഗോസിയേഷൻ നടത്തണമെന്നും ഈ കണക്കുകളിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടും ഓഡിറ്റിലുണ്ട്. ആ കണക്കുകളുടെ പൊരുത്തക്കേട് സംബന്ധിച്ച് ഏതെല്ലാം രീതിയിൽ കുറയ്ക്കാൻ കഴിയും, പ്രത്യേകിച്ച് എസ്റ്റിമേറ്റഡ് തുകയേക്കാൾ കൂടുതൽ തുക പല വിഭാഗങ്ങളും ചെലവാക്കിയിട്ടുണ്ട്, അതെങ്ങനെ ചെലവായി തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഊരാളുങ്കൽ സൊസൈറ്റി മറുപടി നൽകേണ്ടി വരും. എന്തായാലും ഈ തുക, അതായത് ഇനി കൊടുക്കാനുള്ള 4 കോടിക്ക് മുകളിലുള്ള തുക നൽകാനാകില്ല എന്ന കൃത്യമായ നിലപാട് ദേവസ്വം ബോർഡ് യോഗത്തിൽ ഈ ഊരാളുങ്കൽ സൊസൈറ്റി അറിയിക്കും. ഏതെങ്കിലും രീതിയിൽ നെഗോസിയേഷൻ നടത്തി കുറയ്ക്കാൻ പറയും. ഒപ്പം കൂടുതൽ സ്പോൺസർമാരെ കണ്ടെത്തണം. കൂടുതൽ സ്പോൺസർമാരെ കണ്ടെത്തി ബാക്കി ദേവസ്വം ബോർഡിന് ചെലവായ തുകയും കണ്ടെത്തേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ദേവസ്വം ബോർഡിന്റെ ചില ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവാക്കിയതിന് വലിയ വിമർശനങ്ങൾ കോടതിയിൽ നിന്ന് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളെല്ലാം നോക്കിയായിരിക്കും 17-ാം തീയതിയിലെ യോഗത്തിൽ തീരുമാനമുണ്ടാവുക. എന്തായാലും യോഗം വളരെ നിർണായകമാണ്. ആ യോഗത്തിൽ ഇനി ആ യോഗം ചേർന്ന് എടുത്ത തീരുമാനങ്ങൾ കോടതി അറിയിക്കുകയും കൂടി വേണം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ 17-ാം തീയതി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.